ആഗസ്റ്റ് 27 വിശുദ്ധ മോനിക്ക. മോനിക്ക ആഫ്രിക്കയിൽ കാർത്തേജിൽ ഒരു ക്രിസ്തീയ ഭക്ത കുടുംബത്തിൽ 332 ജനിച്ചത്. ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തു. എങ്കിലും വിവാഹം കഴിച്ചത് തഗാസ്റ്റെ എന്ന പട്ടണത്തിലെ പെട്രീഷ്യസ് എന്ന ഒരു വിജാതീയനെയാണ്. അവർക്ക് അഗസ്റ്റിൻ, നവീജിയസ് എന്ന 2 ആൺമക്കളുണ്ടായി. മോനിക്ക തന്റെ സന്മാതൃകയും സ്നേഹവായ്പും വഴി ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. ഭർത്താവ് കോപിഷ്ഠനായിരുന്നെങ്കിലും മോനിക്ക സഹിക്കയല്ലാതെ അദ്ദേഹത്തോട് കോപിച്ചിട്ടില്ല. തന്റെ ക്ഷമ വഴി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഭർത്താവിനെ ആനയിക്കാൻ മോനിക്കയ്ക്ക് സാധിച്ചു. 370 പെട്രീഷ്യസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 371 മരിക്കുകയും ചെയ്തു. അഗസ്റ്റിൻ അന്ന് കാർത്തേജിൽ പഠിക്കുകയായിരുന്നു. 373 അവിടെ വെച്ച് അദ്ദേഹം മാനിക്കയൻ പാഷണ്ഡത ആശ്ലേഷിച്ചു. അന്നു മുതൽ മകന്റെ ജ്ഞാനസ്നാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു മോനിക്കയുടെ തൊഴിലെന്ന് പറയാം. 387 മകൻ ജ്ഞാനസ്നാനപ്പെട്ടതുവരെ അവരുടെ കണ്ണുനീര് തോർന്നിട്ടില്ല. പല വൈദികരെ കൊണ്ടും മെത്രാന്മാരെ കൊണ്ടും ഉപദേശിച്ചു. മാനിക്കയൻ പാഷണ്ഡതയിൽ നിന്ന് മാനസാന്തരപ്പെട്ട ഒരു മെത്രാൻ അവളോട് പറഞ്ഞു, നീ ചെയ്യുന്നത് പോലെ തുടരുക. ഇത്രയേറെ കണ്ണുനീരിന്റെ മകൻ നശിക്കുക അസാധ്യമാണ്. അക്കാലത്ത് അഗസ്റ്റിൻ പ്രഭാഷണകല പഠിക്കാൻ റോമായിലേക്ക് പോകാൻ തുടങ്ങി. മാനസാന്തരം നീളുമെന്ന് കണ്ട് മോനിക്ക തടഞ്ഞു. വിശുദ്ധ സിപ്രിയന്റെ കബറിടത്തിനരികെ ആ യാത്ര തടയാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗസ്റ്റിൻ ഒളിച്ച് റോമായിലേക്ക് പോയി. റോമിൽ നിന്ന് ഉപരിപഠനാർത്ഥം അഗസ്റ്റിൻ മിലാനിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം വിശുദ്ധ അംബ്രോസിന്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടു. മനിക്കേയിസം അഗസ്റ്റിൻ ഉപേക്ഷിച്ചു. പിന്നെയും കുറെ നാൾ കൂടി മോനിക്ക കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടി വന്നു. മോനിക്ക മിലാനിൽ വന്ന് വിശുദ്ധ അംബ്രോസിന്റെ ഉപദേശപ്രകാരം ജീവിച്ചു. അവസാനം 387 ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. കൂടെ അദ്ദേഹത്തിന്റെ കുറെ സ്നേഹിതന്മാരും. അവരെയെല്ലാം മക്കളെ പോലെ മോനിക്ക ശുശ്രൂഷിച്ചു. എല്ലാവരും ആഫ്രിക്കയിലേക്ക് മടങ്ങി. അവിടെ വച്ച് തന്റെ മരണം സമീപിക്കാറായിരിക്കുന്നുവെന്ന് കണ്ട് മക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഈ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും സംസ്കരിച്ചുകൊള്ളുക. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എവിടെയായിരുന്നാലും ബലിപീഠത്തിൽ എന്നെ അനുസ്മരിക്കുവിൻ. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം 9 ദിവസത്തെ അതിദാരുണമായ അസുഖങ്ങൾക്കു ശേഷം 56 വയസ്സിൽ മോനിക്ക കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രാർത്ഥന. ഒരമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന കേട്ട് അവരുടെ മകനെ മാനസാന്തരത്തിലേക്ക് നയിച്ച കർത്താവീശോ മിശിഹായെ, ഇന്നും വിശ്വാസം ത്യജിച്ച് ദുർമാർഗങ്ങളിൽ ചരിക്കുന്ന മക്കളെ ഓർത്ത് മനമൊരുകി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ കനിവാകണമേ.